യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. ഐ എം ഗോയിങ് ടു ഇന്റർപ്രറ്റ് ഇറ്റ്. ഞാൻ അതിനെ വ്യാഖ്യാനിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? ബിക്കോസ് ഐ നോ വാട്ട് ഈസ് ഇൻ ദ മൈൻഡ് ഓഫ് മൈ ഫാദർ. എന്റെ പിതാവിന്റെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എന്തായിരുന്നു എന്റെ പിതാവിന്റെ മനസ്സിൽ എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനിത് വ്യാഖ്യാനിക്കുകയാണ്. ഹി ഹാസ് ഓൾ ദ റൈറ്റ് ബിക്കോസ് ഹി ഈസ് ദ ലോ ഗിവർ. അവനാണ് കൽപ്പന കൊടുത്തത്. അവൻ കൽപ്പന കൊടുത്തത് കൊണ്ട് ആ കൽപ്പനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? യേശുവിന് മാത്രമേ ഉള്ളൂ. വേറൊരാൾക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്നത് അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് കർത്താവ് ഇതിന്റെ എസൻസിലേക്ക് പോകുകയാണ്. ദ മൈൻഡ് ഓഫ് ഗാഡ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ ആ എസൻസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പാസേജ് ഞാൻ വായിക്കുകയാണ്. ചാപ്റ്റർ 22, മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 37 to 40 വായിക്കുമ്പോഴത്തേക്ക്, and he said to him, you shall love your God with all your heart, with all your soul, with all your mind. This is the great and first commandment, and the second is like it, you shall love your neighbor as yourself. On these two commandments depend all the law and the prophets. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കണം. കൂട്ടുകാരനെ, രണ്ടാമത്തേതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ സേവിക്കണം. ഇതിനപ്പുറത്ത് ഒരു കമാൻഡ്മെന്റും ഇല്ല. ബാക്കി എല്ലാ കമാൻഡ്മെന്റ്സും ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുകയാണ്. കർത്താവ്, ദിസ് ഈസ് ദി എസൻസ്. വാട്ട് ഈസ് ദി എസൻസ്? ഇറ്റ് ഈസ് ലവ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. വാട്ട് ഈസ് ലവ്? ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദ ലവ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കൽപ്പനകൾ. അല്ലാതെ നമ്മളെ ഭാരപ്പെടുത്താൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യുകയല്ല. നമുക്ക് പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആളുകൾ ചോദിക്കും, ദൈവം എന്തിനാ നമുക്ക് കൽപ്പന തന്നത്? ദൈവം കള്ളു കുടിക്കരുതെന്ന് നമ്മളോട് പറയാൻ കാര്യം എന്താ? മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കരുതെന്ന് പറയാൻ കാര്യം എന്താ? നമ്മൾ കള്ളു കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം കർത്താവിന് അങ്ങോട്ട് അസൂയപ്പെട്ടിട്ടുള്ളതാണോ? ഒന്നുമല്ല. കർത്താവിന്റെ സകല കൽപ്പനകളുടെയും പ്രത്യേകത എന്നറിയാമോ? അത് നമുക്ക് പ്രയോജനമാകേണ്ടതിന് വേണ്ടി അവൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കൽപ്പനയൊക്കെ അനുസരിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെന്ന്. നമ്മൾ കൽപ്പന അനുസരിക്കുന്നത് കർത്താവിന് വേണ്ടിയല്ല. ആത്യന്തികമായി കർത്താവ് കൽപ്പന തരാൻ തന്നെ കാര്യം എന്താണ്? ദാറ്റ്സ് ഫോർ യുവർ ഗുഡ്. വേറെ ആർക്കും വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? നിന്റെ നന്മയ്ക്കായി നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന കാര്യമാണ് ഈ കൽപ്പനകൾ. അല്ലാതെ ദൈവം നമ്മളിങ്ങനെ കൽപ്പനകളൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് എ ട്രയലോ, അല്ലെങ്കിൽ അവൻ അങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ അടുത്തോണ്ട് വരണ്ട, അവനെ ഇച്ചിരി കഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നൊന്നും അല്ല. ഇറ്റ് ഈസ് ഫോർ അവർ സെയ്ക്ക്. ജെറമ്യായുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യം അത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. സോ ദ ലോ വാസ് ഗിവൺ ഫോർ അവർ ഗുഡ്. ഇത് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ? നിയമം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈവൻ ജെറമ്യായോടാണെങ്കിലും ആളുകൾ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, ഓരോ പ്രവചനം വരുമ്പോഴും ചോദിക്കുന്നു, യഹോവയുടെ അടുത്ത ഭാരം എന്നാന്ന്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പന അവർക്ക് എപ്പോഴും എന്തായിരുന്നു? ഒരു ഭാരം എന്ന നിലയിലാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്കുള്ള ഒരു അവർക്കുള്ള ഒരു നന്മ എന്ന നിലയിലല്ല. നിന്റെ നന്മയ്ക്കായി നീ കാണണം എന്നുള്ളതേ ഉള്ളൂ. നീ അറിയണം. ഈ നിയമം ഒരു വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് വാസ്തവത്തിൽ സങ്കീർത്തനം 147 കാണുന്നത്. അല്ലാതെ നിയമം നമ്മളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല. പ്രത്യുത നിയമം നമ്മളോട് ദൈവം കാണിച്ച ഒരു മഹാകരുണയാണ്. സാംസ് 147 വേഴ്സ് 19 and 20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവന്റെ വിധികളെ
അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പിൻ. നോക്ക്, ദൈവം മനുഷ്യനോട് കാണിച്ച, അല്ലെങ്കിൽ ഇസ്രായേലിനോട് കാണിച്ച ഒരു വലിയ എന്താണ്, ഒരു ദയയായിട്ടാണ് എന്ത് ചെയ്തത്? കൽപ്പനകൾ. അവിടെ എഴുതിയിരിക്കുന്നത്, യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ ഇതൊരു വലിയ ദയയാകുന്നത്? മറ്റൊരു ജാതിക്കും കിട്ടാത്ത വലിയ ഒരു ഭാഗ്യമാകുന്നത് യഹോവയുടെ കൽപ്പനകളിലാണ് അവന്റെ ഹൃദയം ഒളിഞ്ഞു കിടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഹൃദയം അവൻ വേറെ ഒരു ജാതിക്കും വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു ബേർഡൻ ആണോ അതോ എന്താ ഒരു പ്രിവിലേജ് ആണോ? ഇതൊരു പ്രിവിലേജാ. നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടത്തിൽ ഒരു ഭർത്താവ് ഒരിക്കലും അയാളുടെ ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ ഏതാണെങ്കിലും അങ്ങനെ ഇഷ്ടമൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. ആണോ? നമുക്ക് ഭയങ്കര ബേർഡൻ ആയിരിക്കും. നമ്മൾ എന്താ ഈ മനുഷ്യൻ എന്നോടൊന്നും പറയാത്തതെന്നായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ ഓരോ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ താല്പര്യങ്ങളും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ അറിയിക്കുമ്പോൾ ഭാര്യ അത് അങ്ങനെ ഓരോന്ന് ചോദിക്കുകയും ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അല്ല, ഭയങ്കര സന്തോഷമാണ്. എന്ത്? എൻ്റെ ഭർത്താവ്, ആ ഭർത്താവിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എന്നോട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നല്ലോ. അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. അതുകൊണ്ട് ലോ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അല്ലാതെ ലോ എന്ന് പറയുന്നത് നമ്മളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇന്ത്യൻ പീനൽ കോഡ് പോലെ ശിക്ഷാവിധി ഒന്നുമല്ല. ലോ കർത്താവിൻ്റെ മനസ്സാണ്. കൽപ്പന ദാസൻ ഒരു ഭാരമാണ്. പക്ഷേ മകന് അപ്പനെ അനുസരിക്കാൻ കിട്ടുന്ന ഒരു വലിയ അനുഭവമാണ്. കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടപെടലാണ്. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഇടപെടൽ. ഹി ഈസ് എക്സ്പ്രസിങ് ഹിസ് ലവ്. അവന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്നേഹം ഞാൻ അറിയുകയാണ് അവന്റെ കൽപ്പനകളിലൂടെ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന് മനുഷ്യന്റെ സ്നേഹം നൽകുന്ന മറുപടിയാണ് കൽപ്പനകളുടെ അനുസരണം എന്ന് പറയുന്നത്. When I obey God, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് മറുപടി പറയുകയാണ്. സോ അനുസരണം സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. വെളിപ്പെടുത്തുന്നതും സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. കൽപ്പനകളുടെ വെളിപ്പാടും സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. കൽപ്പനകളുടെ അനുസരണവും സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നോക്കിക്കേ. God has revealed his mind to us. അവന്റെ കൽപ്പന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവന്റെ ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം തുറന്നിരിക്കുന്നത് കൊണ്ട് അവന്റെ സ്നേഹം നമ്മൾ അറിയുകയാണ്. കൽപ്പനയിലൂടെ നമ്മൾ അറിയുന്നത് അവന്റെ ക്രോധമല്ല. കൽപ്പനയിലൂടെ നമ്മൾ അറിയുന്നത് അവന്റെ സ്നേഹമാണ്. ഇനിയിപ്പോ അവന്റെ സ്നേഹത്തിന് എന്റെ സ്നേഹം കൊണ്ട് ഞാൻ മറുപടി പറയുകയാണ്. I love God. When I obey, I express my love. I express my heart. എൻ്റെ ഹൃദയം ഞാൻ അങ്ങോട്ട് തുറന്നു കൊടുക്കുക. Lord, I just want to love you. When I obey the commandments of the Lord, I just tell him, I love you, Lord. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അനുസരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബേർഡൻ. ഇതൊരു ഭാരമല്ല. God has given me a big privilege that I can obey his commandments. It is love. ഇവിടെ സ്നേഹം വരുമ്പോഴാണ് ഇതിനകത്ത് കൽപ്പനകളുടെ കാര്യമാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞേക്കാം ഓൾഡ് ടെസ്റ്റമെന്റിലെ കൽപ്പനകൾ ആരും അനുസരിച്ചില്ലെന്ന്. ശരിയായിരിക്കാം. പക്ഷേ ഒരാൾ പരിശ്രമിച്ചായിരുന്നെങ്കിൽ അനുസരിക്കാൻ പറ്റിയേക്കുമായിരിക്കാം. കഷ്ടപ്പെട്ട് ഒരു പക്ഷേ കൽപ്പന അനുസരിച്ച് തീർക്കാം. നമ്മളിപ്പം വീട്ടുവേല കാര്യങ്ങളോ വല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ എടി ഇന്ന കാര്യങ്ങൾ ചെയ്തോ, എല്ലാം ചെയ്തു കൊച്ചമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൽപ്പന എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചമ്മ പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്നേഹം വരുമ്പോഴുണ്ടല്ലോ ചെയ്തു തീർക്കത്തില്ല. സ്നേഹം വരുമ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചോദിക്കുന്നത്. ഇതുപോലെയാണ് കർത്താവ് നമ്മളുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇഫ് യു ആർ ജസ്റ്റ് എ സെർവന്റ്, ഓക്കെ, വാട്ട് ഓൾ തിങ്സ് ഹി ആസ്ക്ഡ് മീ, ഐ ഡിഡ് ഇറ്റ്. ബട്ട് വെൻ യു ആർ എ സൺ, when you start love him, you know what happens? You want to do more and more and more for God because you love him. സ്നേഹം ഒരിക്കലും കൊടുത്തു തീർക്കത്തില്ല. നമ്മൾ സ്നേഹം പിന്നെ ബാക്കി കിടക്കുകയാണ്. അത് നമ്മൾ അംഗീകരിക്കുകയാണ്. അത് ചെയ്തു തീരുകയല്ല, പിന്നെയും. The law of love. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുക.
പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്കുക, പൂർണ്ണ ആത്മാവോടുകൂടി അവനെ സ്നേഹിക്കുക. യു ലവ് ഹിം വിത്ത് ഓൾ യുവർ ഹാർട്ട്. പിന്നെ വേറെ കാര്യമൊന്നുമില്ല. നിയമം അവിടെ കിടപ്പുണ്ട്. പിന്നെ നിയമത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നൊന്നുമില്ല. നിയമത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും നിയമത്തിനപ്പുറത്ത് നീ ഒന്നും ചെയ്യത്തുമില്ല. ബിക്കോസ് യു നോ ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ മനസ്സ്, യേശുവിൻ്റെ മനസ്സ് നമുക്കറിയാൻ പറ്റും. കർത്താവിൻ്റെ മനസ്സറിയാൻ പറ്റും. കൽപ്പന എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ സ്നേഹം തീരത്തില്ല. ഭാരം ഒഴിഞ്ഞല്ലോ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ പ്രത്യേകത ഇതാണ്. ഏതാണെങ്കിലും അത്രയും കാര്യം പറഞ്ഞു, അത് ഞാൻ ചെയ്തു, ഭാരമൊഴിഞ്ഞു. പക്ഷെ സ്നേഹത്തിൽ അതല്ല. നമ്മളൊരു വേറൊരു ലെവലിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് വി സീ ഇൻ സോങ് ഓഫ് സോങ്സ്. ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നതാണ്. പ്രിയനോട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്, പ്രിയന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. പിന്നെയും നമ്മുടെ സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകയാണ്. വി ആർ ജസ്റ്റ് fallen into love, or നമ്മളങ്ങ് സ്നേഹത്താൽ അങ്ങ് വിജൃംഭിതമാകുന്നതായ ഒരു സ്റ്റേജ്, നമുക്ക് ഒന്നും പറയാൻ വയ്യാത്ത സ്റ്റേജ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. അതാണ് വാസ്തവത്തിൽ കൽപ്പനകളുടെ അനുസരണവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടും, അടിമയിൻ മുഖം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടും, അടിമയിൻ മുഖം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ. കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടും, നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടും, വീട്ടിലെത്തുവോളം പൊന്മുഖത്തെ നോക്കിടാ, യേശു നല്ലവൻ. കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടും, നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടും, വീട്ടിലെത്തുവോളം പൊന്മുഖത്തെ നോക്കിടാ, യേശു നല്ലവൻ. ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും, പച്ചപ്പുൽകീടിയിൽ കിടത്തിടുന്നവൻ, വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ, യേശു നല്ലവൻ. ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും, പച്ചപ്പുൽകീടിയിൽ കിടത്തിടുന്നവൻ, വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ, യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ എൻ യേശു നല്ലവൻ, യേശു നല്ലവൻ.